ഒരു തെങ്ങ് മൊത്തം നിന്ന് കത്തുന്ന അവസ്ഥയാണ് അത്. പറ്റുന്നിടത്തോളം ഇത് നമ്മൾ കെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. ഞങ്ങളെ കൊണ്ട് അതിലേക്ക് സാധിക്കുമെന്ന് നമുക്കറിയില്ല. എന്നാലും ഞങ്ങൾ ട്രൈ ചെയ്യാണ്. അവ എന്താണ് അവസ്ഥ? തെങ്ങിൻ്റെ ഒക്കെ അവസ്ഥ നോക്കി നിങ്ങൾ. ഇതൊക്കെ നല്ല തേങ്ങയുള്ള തെങ്ങായിരുന്നു. ഇത് പറമ്പ് മൊത്തം ആ ഒരു ഭാഗം മൊത്തം കത്തി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ചവിട്ടാൻ പോലും പറ്റുന്നില്ല ഗൈസ്. ഞങ്ങളെങ്ങനെ കെടുത്താനാണ്? രാവിലെ അങ്ങോട്ടൊന്നും പോകണ്ട, നല്ല തീയുണ്ട്. കാറ്റ് കൂടിയതിനു ശേഷം നല്ല തീ കത്താൻ തുടങ്ങിയിട്ടുണ്ട്. രാവിലെ ആ പട്ടം തരുമോ? ഒന്ന് കെടുത്താനാണ്. ഞങ്ങൾ ഈ പരിപാടി നിർത്തി പോകാൻ നിൽക്കുന്നത്. അതിൻ്റെ ഇടയ്ക്കാണ് ഈ തീ കൂടിയത്. ഞങ്ങൾക്ക് ഇത് സാധിക്കുമെന്ന് നമുക്ക് തോന്നുന്നില്ല. ഈ ഒരു ഭാഗം മൊത്തം കെട്ടാണ്. ഈ ഒരു ഭാഗത്തേക്ക് വീണ്ടും കത്തിക്കൊണ്ടിരിക്കുന്നു. ഇത്രയും വലിയൊരു തീ നാട്ടിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. നമ്മളെ മേലെ ഭാഗത്തുള്ള പറമ്പൊക്കെ എനിക്ക് കത്തിയിട്ടുള്ളത് കാണാൻ കഴിയും. നിങ്ങളെ പഞ്ചായത്തിലെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് തീപിടുത്തത്തിനെ കുറിച്ചിട്ട്? എന്ത് പറയാനാ, വേനൽക്കാലം വന്നാൽ തീ പിടിച്ചെല്ലാം നിവർത്തില്ല. വണ്ടി കയറാൻ ഇവിടെ വെള്ളമൊന്നുമില്ല, ഒരു കാര്യമില്ല. നടത്താൻ യാതൊരു വഴിയില്ല. ഇതിപ്പോ ഇവിടെ ചൂടായിട്ടാണ് കെടുത്തുക. ചൂട് കൂടിയോണ്ടല്ലേ ഈ തീപിടുത്തത്തിന് കാരണം ഉണ്ടായിട്ടുള്ളത്. കത്തി തുടങ്ങി കത്തി കഴിഞ്ഞിട്ടുണ്ട്. ആ ഭാഗമൊക്കെ പൂർണ്ണമായിട്ട് കത്തി കഴിഞ്ഞിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ കത്തുന്നു. ഇതാണ്ട് അവിടെ ഒരു കൂട്ടം തീ ഗൈസ്. അത് കെടുത്ത്, നല്ല കെടുത്ത് കിട്ടും. പക്ഷെ അവിടെയൊക്കെ വലിയ വലിയ തീയാണ് ഗൈസ്. ഒന്ന് കെടുത്താൻ പോലും പറ്റാത്ത തീയാണ്. വേണ്ട, ആ കാണുന്ന ചുവപ്പ് കണ്ടോ സൂര്യൻ്റെ? ആ തല വരെ തീയാണ്. ഗൈസ് ഇവിടെയൊക്കെ തീ കത്തി കെട്ടുപോയ ഭാഗമാണ്. പക്ഷെ ഞങ്ങൾ വന്നപ്പോൾ നേരം വഴുകി. ഇവിടെ ഫയർഫോഴ്സിനൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരൊന്നും വന്നിട്ടില്ല എന്ന് പറഞ്ഞു. ഈ ഒരു ഭാഗത്തേക്ക് വണ്ടി കയറാനുള്ള സൗകര്യം പോലും ഇല്ല. ഈ ഒരു തേക്ക കണ്ടോ, ഇതൊക്കെ ഫുള്ള് പോയി. രാവിലെ ഇവിടേക്ക് ഫയർഫോഴ്സ് വരില്ല എന്നല്ല പറഞ്ഞ്. ഈ ഭാഗത്തേക്ക് റോഡില്ല ഗൈസ്. അതുകൊണ്ട് ഒന്നല്ലെങ്കിൽ മേലെന്ന് വന്നിട്ട് പൈപ്പ് ഇട്ടിട്ട് വെള്ളം അടിക്കേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ താഴത്തുനിന്ന് അതിനുള്ള പൈപ്പിന് നീളമൊന്നും ഇല്ലല്ലോ അടുത്ത്. എനിക്ക് ഈ പുക കാരണം വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടോയെന്ന് തന്നെ എനിക്കറിയില്ല. ഇത്രയും പുകയും ഇതാണ്ടോ. ഇവിടുന്ന് ആ കണ്ണ് കെട്ടാതെ അത്രയും ദൂരത്തോളം തീയാണ്. ഈ മലേൻ്റെ അപ്പുറം ആ കാണുന്ന ആ വളവ് കെട്ട അങ്ങോട്ട് തീ കയറിയെന്നാണ് പറഞ്ഞത് കേട്ട്. ആ ഒരു ഭാഗം മാത്രമേ ഫയർഫോഴ്സിന് അണയ്ക്കാൻ പറ്റുള്ളൂ. ഇതാകെ ഇപ്പോൾ റബ്ബറൊക്കെ ആയിരുന്നു, അത് വെട്ടി. അതുകൊണ്ട് തീ ഒരു പരിമിതി ഉണ്ട് ഗൈസ്. ഇവിടെയൊക്കെ കത്തി തീർന്നാണ്. പച്ച വള്ളികളൊക്കെ ഉണ്ടായിരുന്നു. മരത്തിൻ്റെ ഒക്കെ അവസ്ഥകൾ കണ്ടില്ലേ? പുക കാരണം കണ്ണു പോലും കാണുന്നില്ല. ഇഷ്ടപ്പെടുന്ന ഫുള്ള് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. ഫുള്ള് പുകയാണ്, തീയാണ്. സൂര്യൻ ആ ഒരു തീയായിരുന്നു ഇവിടെ മൊത്തം ഗൈസ്. രാഹുലിൻ്റെ കണ്ണുണ്ടോ, ഫുള്ള് പുകയാണ്. കണ്ണ് പോകാളി ഗൈസ്. സ്പെക്സ് വെച്ചുകൊണ്ട് മാത്രമേ ഞാൻ രക്ഷപ്പെട്ടെ. ഒരു ഭാഗം മൊത്തം പോയി കിടക്കുകയാണ് ഗൈസ്. തീ കേട്ടോ, തീയൊക്കെ ഒന്നൊന്നര തീയാലേ. രാവിലെ ഈ ഭാഗത്തൊക്കെ നല്ല തീ ഉണ്ട് കേട്ടോ. പറമ്പ് മൊത്തം കത്തി പിടിച്ചിട്ടാണ് സീന്. ഇവിടുത്തെ തീയൊന്നും കെട്ടിട്ടില്ല. അതേവരെ തീ ഞങ്ങൾ കെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. രാഹുൽ ഇതാ മുന്നിൽ പോയി തീ കെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ അവിടെ തീ ഇതാക്കി എടുത്തടാ, ഇതാക്കണു.
താഴത്തുണ്ടോ? ഇതൊക്കെ ഇവിടുത്തെ വെട്ടി മാറ്റിയ വിറകാണ്, ഇതൊന്നും കെട്ടിട്ടില്ല. ഇവിടെ ഒരു മാവ് മൊത്തം നശിച്ചു പോയിരുന്നു. അതുപോലെ എന്താ അവസ്ഥ? തീ കെടാൻ വല്ല ചാൻസ് ഉണ്ടോ? ഇവിടെ തീ ഇപ്പൊ ഏകദേശം കത്തി പൂർണ്ണമായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ പോലും ഈ കടക്കടി വറകിലും അതുപോലെ തന്നെ ഈ മണ്ണിലൊക്കെ കനലുള്ളതുകൊണ്ട് അതുപോലെ തീ പിന്നി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും കത്തി പോവാഞ്ഞ് വേറെ വഴികളില്ല. അപ്പുറത്ത് കോറിയാണ്, അതുപോലെ തന്നെ താഴത്തേക്കാണ് ഒരു വീടും കാര്യങ്ങളൊക്കെ ഉള്ളത്. അതുകൊണ്ട് താഴത്ത് കുറേ ആൾക്കാരും ഫയർഫോഴ്സൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഫയർഫോഴ്സിന് ഇങ്ങോട്ട് കയറാനുള്ള ഒരു വഴി ഇവിടെ അല്ല. അതുകൊണ്ടാണ് ഇത്രയും കത്തിയിട്ട് കാരണം. പിന്നെ നല്ല കാറ്റുണ്ട് ഈ ഭാഗത്ത്, അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ കത്തറ് ഇപ്പം തന്നെ ഇപ്പോഴും കാണാൻ കഴിയും. ഇതിനെ പറ്റി എന്താ വെച്ചാൽ ഒരു ചെറിയ ഭാഗത്തുണ്ടായ തീയാണ്, കാറ്റ് കാരണമാണ് ഇത്രയും തൊടിയിലേക്കൊക്കെ വ്യാപിക്കാൻ കാരണം. ഇതിപ്പോൾ തീ സംവിധാനം അവിടെ ഇല്ല. ഗൈസ് ചൊയല് പോലെ എന്തോ വരുന്നുണ്ട്, എന്തോ കൊടൂരമായ എന്തോ വരുന്നുണ്ട്. ഗൈസ് അബിക്കൊന്ന് കണ്ണ് കാണില്ല, അവനപ്പോൾ ഞങ്ങൾ പെറുക്കി കൊണ്ടുപോയിട്ടെന്നാണ് തോന്നുന്നത്. നമുക്ക് തീ കെട്ടോണ്ട് പിന്നെ കുഴപ്പമില്ല. അല്ലെങ്കിൽ അബീനെ വിളിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫയർഫോഴ്സ് വിളിക്കേണ്ടി വരും. ഗൈസ് നിങ്ങൾക്ക് റെഡ് കളർ കാണുന്നുണ്ടോ? ആ ഒരു തീ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഫുൾ സൂമിങ്ങിലാണിത്. അവിടെ റബ്ബറാണ്, അത് ഫുള്ള് കത്തി നശിക്കാനുള്ള സാധ്യത ഉണ്ട്. അതിന് മുമ്പ് എത്രയും പെട്ടെന്ന് ഫയർഫോഴ്സ് വരികയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും. ഗൈസ് അതല്ല ഈ ഫയർഫോഴ്സ് എന്താ മേലെന്നപ്പോൾ വരാത്തെ? അവിടെ നമുക്കൊന്നും ചെയ്യാനില്ല, കാരണം നമ്മളടുത്തുള്ള സാധനങ്ങൾ വെച്ചാൽ തീ അണയ്ക്കാനൊന്നും സാധിക്കില്ല. പിന്നെ ഇവിടെ ചമ്മലയുകൊണ്ട് തന്നെ തീ പെട്ടെന്ന് ആളി പടരാനുള്ള സാധ്യത ഉണ്ട്. ഇവിടെ കണ്ടോ, ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഈ തീ സേഫ്റ്റി ആയിട്ടൊരു സാധനമല്ല, നമ്മൾ ഈ വൈചെരുപ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഈ കനല് ആയി പൊള്ളാനുള്ള സാധ്യത ഉണ്ട്. ഫയർഫോഴ്സ് വന്ന് ചെയ്യണേക്കാളും കൂടുതൽ ഇവിടുത്തെ നാട്ടുകാർ ചെയ്തിട്ടുണ്ട്. തീ അണയ്ക്കാൻ അവർ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. അത് നമ്മളെങ്ങനെ നാട്ടിലേക്ക് തിരിച്ചു പോകും? വല്ല വഴിയുണ്ടോ? ഗൈസ് ഞങ്ങളുടെ മേലെ കൂടി കയറണമെന്ന് വിചാരിച്ചാൽ അവിടുന്ന് തീ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ലോക്കാണ് ഗൈസ്. നോക്ക് ഗൈസ്, ഇവിടെ നിന്ന് ഒരാൾ മനുഷ്യന് പോലും ഇല്ല. ഇവിടെ തീ കത്തുണ്ടോയെന്ന് ഒരാൾക്കാർക്ക് അറിയുമെന്നാവും. ഒരു പറമ്പ് മൊത്തം ഇന്ന് കത്തുന്ന അവസ്ഥ ഗൈസ്. ആ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, അവിടെയൊക്കെ നല്ല കത്തലാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തുള്ള തീ ഒന്ന് കെടുത്തി തരുമോ? നമ്മളെ കൊണ്ട് പറ്റുന്നതല്ല, കാരണം ആ ഭാഗത്ത് പുല്ല് കഴിഞ്ഞോണ്ട് തന്നെ കാറ്റ് അവിടെ നിന്നാണ്. എന്നാലും നമ്മളെ കൊണ്ട് മാക്സിമം സാധിക്കുന്നത്, കാരണം നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും അവിടുത്തെ പുല്ലൊക്കെ കഴിഞ്ഞിട്ട് ഈ പുല്ലിലേക്ക് തീ പടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വടി കൊണ്ട് താ, ഞാനിപ്പോൾ കുറച്ചൊക്കെ എടുത്തട്ടെ ഗൈസ്. ഞങ്ങളൊരു ആവേശത്തിന് വന്നാണ് തീ കെടുത്താന്നുള്ളൊരു ആവേശത്തിൽ. തീ കാണാൻ വന്ന ആൾക്കാരാണ് ഞങ്ങൾ. ഇത് ഫുള്ള് തീയാൽ ചുറ്റപ്പെട്ടാണ് ഇത് കണ്ടോ. ആ ഒരു ഭാഗം ഫുള്ള് കത്തിയാണ്, അവിടെയും ഫുള്ള് പോകാം. മണിക്കൂറും കൂടി കഴിഞ്ഞാൽ ഞങ്ങൾ ഫുള്ള് തീൻ്റെ ഉള്ളിലാവും ഗൈസ്. ഫുൾ തീ. ഞങ്ങൾ രക്ഷപ്പെടാൻ നോക്കാറ്.